ഒരേ താളമെന്നായി, നാം ഒരേ വാക്കിലായി, നാം ഒരേ വാക്യമെന്നായി തോന്നി, നാം ഒരാളായി ചേരുമൊരു കഥയുടെ പേരായി, പ്രണയമൊരു കാവ്യം ഇണയായി, ഈണമായി. ഒറ്റ മിനിറ്റ്, ഇപ്പം വരും. എത്ര സമയമായി പോസ്റ്റാക്കി എടാ മനുഷ്യനിൽ ഇത്ര അസൂയ പാടില്ല. ലൈൻ പൊട്ടിയ ഒരു ഫ്രണ്ട് ഉണ്ടായെന്ന് വെച്ചിട്ട് നമുക്കൊന്നും പ്രേമിക്കാൻ പറ്റൂലേ? അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ നീ ഒന്നും പറയൂല. അതെ, ഇതൊരു വണ്ടിയാണ്. എന്തെങ്കിലും പറയാനുണ്ട് മുഖത്ത് നോക്കി പറയണ എന്നോട്, അല്ലാണ്ട് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കളിക്കല്ല വേണ്ടി. എനക്കൊന്നും പറയാനില്ലേ? ആ വെറുതെ എന്താ ഒന്നുമില്ലേ? എന്റെ നെഞ്ചാകെ എന്റെ ഉന്മാദം നീയല്ലേ. നീ ഇങ്ങനത്തെ നല്ല പാട്ടെല്ലാം കേൾക്കണ്ട ഹരി, എന്നാലും ഒന്ന് ചില്ലാവൂലൂ. എന്നതിന്റെ പ്രശ്നം അതന്നെ എനിക്കും ചോദിക്കില്ല. എന്നാ നിന്റെ പ്രശ്നം പറ. നാൻസി എന്നല്ലേ? എടാ കുറെ കാലായില്ലേ, മതിയായിക്കൂടെ? അതിന് വേണം വെച്ചിട്ടില്ലല്ല, ഇടയ്ക്ക് ഇങ്ങനെ കേറി വരും. ഞാനെന്നാക്കണ്ട് അത് ആലോചിക്കുന്ന നിർത്തിയാൽ മതിയില്ലേ, അല്ലാണ്ട് എന്താക്കണ്ട്? ആടാ നീ പറയുമ്പോൾ നിർത്തിയത് വണ്ടിയുടെ ബ്രേക്ക് അല്ലേ? എടാ നീ ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ഇമോഷൻസ് കാറ് പോലെയാണ്. നമുക്ക് വേണം തോന്നുമ്പോൾ ആക്സിഡൻറ്റ് കൊടുക്കാനും വേണ്ടാന്ന് തോന്നുമ്പോൾ ബ്രേക്ക് ഇടാനും പറ്റണം. അവിടെയാണ് നിന്റെ വിജയം. അല്ലാണ്ട് നീ ഒരുമാതിരി ഷൊണ്ണാപ്പിളിനെ പോലെ ചേല നിർത്തി. നീ കൂളായി കൂളായി കൂളായി. ആരാടെ ഈ അനുഷ? അപ്പൊ ഈ നിരാശ സെറ്റപ്പ് എല്ലാം ഫുൾ ഉഡായിപ്പാന്നല്ലേ? പുതിയ സ്റ്റുഡൻ്റാ ചങ്ങായി. ഓ സ്റ്റുഡൻ്റ് അല്ല, ഇപ്പൊ റീൽസ് അയച്ച് കളിക്കണമെന്നില്ല. അത് ഓളെടുത്തിട്ട് ചോദിക്കും. നമ്മൾ അയക്കുന്ന റീൽസ് ഒന്നും ഇപ്പൊ ആരും കാണലും ഇല്ല, റിപ്ലൈയും ഇല്ല.
ആയിക്കോട്ടെപ്പാ. എടാ എനക്ക് മറ്റാന്നാ തോന്നുന്നു. അമലേ എനക്ക് മറ്റാന്നാ തോന്നുന്നു. ആ അതന്നെ എനിക്കും തോന്നുന്നു. എന്തെന്ന് കഴപ്പ് നായിന്റെ മോനെ, നിന്നോട് എപ്പം ഞാൻ പറയലുണ്ട് തെറി വിളിക്കുമ്പോ വായ തുറന്ന് വിളിക്കണമെന്ന്. എടാ നീ അത് വിട്, ഇത് പറ. എനക്ക് ഡിപ്രഷൻ ആയിരിക്കുവാ. അതിന് നല്ല ചാൻസ് ഉണ്ട് കേട്ടാ. നിന്റെ ഡെയിലി മായ നില പാട്ടും സെന്റ് സ്റ്റാറ്റസ് എല്ലാം കാണുമ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചു നിനക്കെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഓള് പോന്ന വഴിക്ക് ബ്ലോക്കാക്കി പോയത് വളരെ വളരെ നന്നായി. ഇതൊന്നും കാണണ്ടല്ല. എടാ വേറെ ആര് പറഞ്ഞാലും നീ ഇത് പറയാൻ പാടില്ല. നിന്റെ മഞ്ജുമേനെ കാണിക്കാൻ ഡെയിലി സ്റ്റാറ്റസ് ഉണ്ടാക്കി തന്നോനെ ഞാൻ. അന്നേരം ഓവർന്നും കണ്ടിട്ടില്ല. എടാ അതൊക്കെ പണ്ട്, ഞാനതെല്ലാം വിട്ടു. ഞാൻ നിനക്ക് കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസ് അയച്ചു തരാം. ഇനി നിനക്ക് സ്റ്റാറ്റസ് ഇടണം തോന്നുമ്പോൾ നീ അങ്ങനത്തെ വീഡിയോസ് ഇട്ടാൽ മതി. ഫോൺ അടിക്കരുത് പ്ലീസ്. ആക്ക് കൈക്ക് കൈക്ക് ആക്ക് എടാ നിന്നോട് ഞാൻ പറഞ്ഞ ഞാൻ ഇല്ലാണ്ട് കുഞ്ഞിനെ കാർക്കറ്റ് കളിപ്പിക്കാൻ പാടില്ല. എടാ ഇവിടെ തിന്നണ്ടേ? ഫോൺ എടുക്കണ പട്ടി. എടാ ഇന്നലെ ഞാൻ പറഞ്ഞ എനിക്ക് നേരത്തെ പോണെന്ന്. ഒന്ന് ഫോൺ എടുക്കണം നായനെ പോലത്തെ. എടാ എടാ എണീച്ചു വരുന്നു. പുറത്തു കൊണ്ടിടാ. ഇത് മാമയ്ക്കാലോ വാ ഇടിയിരിക്കും. ഇതാ മോളെ ഇടുന്നല്ല ഇല്ലോ കാലം മട്ടി. ഇതാ ചായ കുടിച്ചേ? ഓ ഇന്നൂടല്ലേ എന്നാ നല്ല സാമ്പാർ പിന്നെ നിങ്ങനെ വെച്ചിട്ട് നിങ്ങനെ പറഞ്ഞ നല്ല സാമ്പാറാന്ന്. എടാ ഫോണൊന്നും എടുത്തേ. വേണമെങ്കിൽ പോയി എടുത്തിട്ടാ. ആ പറടാ. ആ വരുന്നു എത്തി. എന്നായിനി എന്നായിനി ഒന്നുമില്ലടാ, അത് കിങ്ങിണിയുടെ കൈ മെല്ലെ മുട്ടിപ്പോയി മൂക്കുത്തിക്ക്. നീ എന്തിനാ അമ്മാമ്മേടെ മുഖത്തിട്ട് കളിച്ചിനി? ഇല്ല, ചെറുങ്ങനെ വരങ്ങിയതേ ഇല്ലൂ. നീ വരുമ്പോ വെറ്റാടി മേടിച്ചോ, അത് വെറ്റാ ശരിയാവും. നിങ്ങക്ക് എന്തിന്റെ ഭ്രാന്താ നീ വയസ്സാം കാലത്ത് മൂക്കുത്തി മണ്ണാൻ കാട്ടി? ഇതിപ്പോ എന്ത് നമ്മേ അച്ഛന്റെ വേറെ. എന്താ അച്ഛൻ്റെ വേറെ? അച്ഛൻ എപ്പം പറഞ്ഞാന്ന് വേണ്ട എന്റെ അച്ഛൻ പോകുമ്പോഴത്തെ പോയിട്ട് മൂക്കും കുത്തി ഒരുമാതിരി ചാവാൻ കാത്തുന്ന പോലെ. അതേടാ, കാത്തു നിന്ന് തന്നെയാണ്. കല്യാണം കഴിഞ്ഞെന്റെ പിറ്റേ ദിവസം ഞാൻ സ്നേഹത്തോടെ ചോദിച്ചതാണ് ഒരു മൂക്കുത്തി കുത്തട്ടേന്ന്. ഇപ്പൊ എന്റെ മോന്തിക്ക് ഒരു അടിയും തന്നിട്ട് എന്റെ അച്ഛൻ എന്നോട് ചോദിച്ചത്, കല്യാണം കഴിഞ്ഞിട്ട് നീ ആരെ കാണിക്കാൻ വേണ്ടിട്ടാ മൂക്കുത്തി കുത്തുന്നേന്ന്. അന്ന് തുടങ്ങിയതാണ്. അതിൽ പിന്നെ ഞാൻ ആരുടെ പണിക്ക് പോയിട്ടാണ് നിന്നെ നഴ്സിങ്ങിന് പറഞ്ഞയച്ചത്. എന്നിട്ട് നീ ആടുന്ന് അതൂട്ടി നീ വന്നു. നിന്റെ ഒപ്പം പഠിച്ചവരല്ലോ, അവരെല്ലാം നല്ല പണിയായി, നല്ല പൈസയായി. നീ മാത്രമുണ്ട് അച്ഛനെ പോലെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും പറഞ്ഞിട്ട് പോയിട്ട് കുടിച്ചിട്ട് രാത്രി വരുന്നത്.
എന്താ പേര്? അനുഷ. എൻ്റെ പേര് മനു. ഇൻസ്റ്റയിലുണ്ട് മനു മാവരിക്. ഇവിടെ എത്രയായി? 2 ആഴ്ചയായി. എങ്ങനെ ശരിയായിരുന്നുണ്ടാ? ആ, ഏകദേശം ആയി വരുന്നുണ്ട്. എനിക്ക് ഓടിക്കാനറിയാം. ഞാൻ എൻ്റെ അച്ഛൻ്റെ വണ്ടിയിൽ എടുക്കലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് എന്നോട് ചോദിച്ചാൽ. ഞാനൊന്നും ആക്കിയിട്ടാ മാഷേ. ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിക്കാമല്ലോ വന്നിനി, ഇവിടെ ശ്രദ്ധിക്ക്. ശരി മാഷേ. നിന്നെ എത്ര സമയം കാത്തുനിന്ന് നീ? മാഷ് കഴിക്കലായാ? നമ്മളെയൊന്നും വിളിക്കുന്നില്ലേപ്പാ. ഇന്നത്തെ എന്റെ ശരിയായിട്ടോ മാഷേ? ആ എൻ്റെ മാഷേ. ആ നാളെയും മാഷന്നല്ലേ? അതൊരു ജണ്ടീച്ചറാ. ആര്? ഞാനോ? എനിക്ക് മാഷന്നെയാ കംഫർട്ട്. അനുഷ എൻ്റെ നമ്പർ തരുവാ. സ്റ്റാറ്റസിൽ വിട്ടാൽ വേണ്ടിയിട്ടാണ്. നിന്റെ സ്റ്റാറ്റസിനുള്ള വിവരം എന്താ? എടാ കിങ്ങിനിന്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടോണ്ടേ? ഇന്നലെ ഡോക്ടർ പറഞ്ഞിട്ടേ. ആ നോക്കാം. നോക്കാന്നല്ല, ഇപ്പൊ തന്നെ ഉച്ചയായി. നീ ഇങ്ങോട്ട് വാ, കൊണ്ടു കൊടുത്താടാ. ആ നാൻസി, നാൻസി സിസ്റ്റർ അല്ല കേട്ടോ. ഹലോ. ആ ഞാൻ ആശുപത്രിയിലുണ്ട്, ഇപ്പോൾ കൊടുക്കും. ഹലോ, KH ഹോസ്പിറ്റലിൽ വിളിക്കുകയാണ്. ഇവിടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ആയിട്ടായിരുന്നു ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. സോറി.
ഹലോ. ആ നേരത്തെ വിളിച്ചിട്ടുണ്ടായിന്. ഞാൻ പമ്പിലുണ്ടായിന്. ഞാനൊരു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിന്. പേരെന്തായിരുന്നു? പേര് ഹരി. സോറി. കുട്ടിയുടെ പേര് ദിയ സുനിൽ. ഹലോ ഹലോ. ഹരി, ഇത് നാൻസിയാ. ടെസ്റ്റ് റിസൾട്ട് ആയാ? റിസൾട്ട് റെഡിയാ, വന്നോളൂ. സിസ്റ്റർ റിസൾട്ട് ദിയ. റിസൾട്ട് ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഫ്രീ ആണോ? ഒരു ചായ കുടിച്ചാലോ? ആ. എന്നിട്ട് എന്തുണ്ട്? നീടെ കുറേ ആയാ? ഇല്ല, 1 മാസം ആവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തും. അച്ഛൻ്റെ തന്നെ പൂട്ടിപ്പോയത്. ഇപ്പം ഞാൻ നോക്കും. എന്നിട്ട് എന്താ സീൻ? എന്ത് സീൻ? അല്ല, സെൻഡിയാണോ സുഖാണോ? എന്ത് സെൻറ്റി? എനക്ക് സുഖം തന്നെ, ഒരു കുഴപ്പമില്ല. സുഖം തന്നെയെന്ന് മനസ്സിലായി. സുഖമല്ല ശരിക്കും, പക്ഷെ കുഴപ്പമില്ല, ശീലായി. നീ ഇപ്പോഴും പഴയ പോലെ തന്നെയല്ലേ? കുത്തിക്കുത്തിട്ട് തന്നെയല്ലേ വർത്താനം പറയുന്നത്? ശരിക്കും തന്നെ എനിക്ക് കാണുമ്പം ചോദിക്കാൻ കുറേ ചോദ്യവും പറയാൻ കുറേ ഡയലോഗെല്ലാം മനസ്സിൽ ആലോചിച്ച് വെച്ച്, പക്ഷേ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. എനിക്കറിയാം നിനക്കെന്താ ചോദിക്കാനുണ്ടാവില്ലെന്ന്. നമ്മളെ റിലേഷൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഒന്നും പറയാണ്ടാ പോയേ. അതിന് സോറി. ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു നിന്നോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണമെന്ന്. അതിനുള്ള ആരോഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടോ? എനിക്ക് എങ്ങനെ ഒരു ദിവസം എല്ലാം പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റിയേ? അതിന് മാത്രം എന്ന് ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ? എടാ, നമ്മൾ തമ്മിൽ ചെറിയ ചെറിയ അടിയെല്ലാം ഉണ്ടാവില്ലേ? എന്നിട്ട് നീ വേഗം ഓക്കെ ആവും. എന്നിട്ട് എന്നോട് ചോദിക്കലും ഉണ്ട്, ഞാൻ എന്തിനാ അതെല്ലാം ആലോചിച്ചിട്ടിരിക്കുന്നേ, ആയെല്ലാം കഴിഞ്ഞില്ലേ എന്ന്. എന്താണെന്നറിയോ നീ വേഗം ഓക്കെ ആവുന്നതും എനക്കാവാൻ പറ്റാത്തതും? എടാ, നമ്മൾ തമ്മിലുള്ള ഓരോ പ്രശ്നവും നിനക്ക് ചെറിയ ചെറിയ വേറെ വേറെ പ്രശ്നമാണ്. എനിക്കതിൽ ഒരേ പ്രശ്നം, സെയിം പ്രശ്നം, റിപ്പീറ്റ്. നീ മഴ പോലെ തന്നെ പരത്തി ഇതെങ്കും ഒന്ന് നേരെ പറ, മനസ്സിലാവുന്ന പോലെ പറ. ഇനി സിമ്പിളാക്കി പറഞ്ഞ സങ്കടമായിപ്പോ. എന്നാ ശരി. എടാ, നമ്മൾ ഫസ്റ്റ് ഇയർ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? അപ്പം എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഇയറിൽ നമ്മൾ റിലേഷൻഷിപ്പിലും ആയി. പിന്നെ ഞാൻ ആ പഴയ ഹരിനെ കണ്ടിട്ടേ ഇല്ല. മതി, ഞാൻ സിമ്പിളായി പറഞ്ഞു വന്നിട്ടുണ്ടല്ലേ? അത് വിടെ. എന്നാ പിന്നെ നെക്സ്റ്റ് വീക്കെൻഡ് എൻഗേജ്മെൻറ്റാ. ഞാൻ വിളിക്കാൻ നിൽക്കുമായിരുന്നു. കണ്ട എന്തായാലും നന്നായി. ഞാൻ ആ ബ്ലോക്ക് മാറ്റിയിട്ട് ഒരു കാർഡ് അയക്കാം, വരണം.
നമ്മുടെ നാൻസിയുടെ എൻഗേജ്മെന്റ് നടത്താഴ്ച. ഇതിപ്പോ നേരത്തെ പറയണ്ടേ, 2 ഉപ്പി അധികം വേണ്ടിയില്ലേ കാര്യത്തിൽ ഇതിപ്പോ എവിടെ നീ അറിഞ്ഞു? ഞാൻ ഇന്നോളെ കണ്ടിന്. എപ്പോ എവിടുന്ന്? എന്നിട്ടാ നീ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എടാ നീ ഓളോട് 4 ഡയലോഗ് അടിച്ചിട്ടേ, നിനക്കിപ്പോ ഒന്ന് വേണ്ടി കരയണ? നീ നല്ലോണം കരഞ്ഞോ? കത്തി അങ്ങ് തീരിട്ട് വേണേ 2 കേറ്റി അടിച്ച് കരഞ്ഞോ? ഞാനില്ലടാ നിനക്ക്. ഇവിടെ സാധാരണ സിറ്റുവേഷൻ നല്ല അലമ്പാവേണ്ടതാണ്. പക്ഷെ ഇപ്പം എനിക്കൊരു ആശ്വാസമുണ്ട്, മനസ്സിനൊരു ഭാരം ഒഴിഞ്ഞ പോലെ. ഓ അത് ശരി, ഇത്രയും കാലം അവിടെ നിശ്ചയാവാത്തോണ്ടാന്നല്ലേ ഡിപ്രഷനാന്ന് പറഞ്ഞിട്ട് കരഞ്ഞു നീ? പോടാ. നീ ആടി ഉണ്ടാ? ഞാനിപ്പോൾ വരാം. എടാ ഞാനിപ്പോൾ വരാം. മറ്റേ കുട്ടൻ കുടീൻ്റെ വിശാരം വിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വരാം. എൻ്റെ വണ്ടി ഞാൻ ഏൽപ്പിക്കണ്ടേ? ആ മാഷേ നാളെ എത്ര മണിക്കാ ക്ലാസ്?